കുഞ്ഞിനെ എടുത്തു വളർത്തുവാനുള്ള മഹർഷിയുടെ വാക്കുകൾ കേട്ട രാജാവ് പെട്ടെന്ന് തന്നെ കുട്ടിയെ എടുത്തു. വേഗം കൊട്ടാരത്തിൽ എത്തണം, കുഞ്ഞിനെ റാണിയെ ഏൽപ്പിക്കണം, അപ്പോൾ അവൾക്കുണ്ടാകുന്ന സന്തോഷം കാണണം. രാജാവ് ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ ചിന്തിച്ചു. അപ്പോൾ മഹർഷി പറഞ്ഞു, കണ്ടില്ലേ, കുഞ്ഞിന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന വിശിഷ്ടമായ മണിമാല, അതിനാൽ മണികണ്ഠന് എന്നു വിളിക്കാം. 12 വയസ്സ് തികയുമ്പോൾ ഈ കുട്ടി ആരാണെന്ന് മനസ്സിലാകും. അത്രയും പറഞ്ഞ് മഹർഷി മറഞ്ഞു. രാജാവിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് ത്രസിച്ചു. ആനന്ദാശ്രുക്കളോടെ കുഞ്ഞുമായി കൊട്ടാരത്തിലേക്ക് യാത്രയായി. കൊട്ടാരവതിൽക്കല് തന്നെ റാണി കാത്തുനിൽപ്പുണ്ടായിരുന്നു. രാജാവിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വേഗം വാങ്ങി മാറോട് ചേർത്തു. രാജാവ് നടന്നതെല്ലാം റാണിയോട് പറഞ്ഞു. ഒരു കുഞ്ഞിനായി പ്രാർത്ഥനയോടെ കാത്തിരുന്ന രാജാവിനും രാജ്ഞിക്കും മണികണ്ഠന്റെ വരവോടെ എന്തെന്നില്ലാത്ത സന്തോഷമായി. ക്ഷത്രിയ വംശത്തിനു ചേരുന്ന രീതിയിലാണ് രാജാവ് മണികണ്ഠനെ വളർത്തിയത്. കുഞ്ഞുവളർന്നതോടെ ഗുരുകുല വിദ്യാഭ്യാസത്തിനു വിട്ടു. ഗുരു ഇല്ലാത്ത സമയത്ത് മണികണ്ഠന് മറ്റു കുട്ടികൾക്ക് സംശയങ്ങൾ പറഞ്ഞുകൊടുത്തു. ഗുരുനാഥന്റെ മകന് അന്ധനും ബധിരനുമായിരുന്നു. അവനോടായിരുന്നു മണികണ്ഠന് കൂടുതൽ അടുപ്പം. എപ്പോഴും ദുഃഖിതനായി കാണുന്ന ഗുരുവിന്റെ വിഷാദത്തിനു കാരണം മകനാണെന്നുള്ള സത്യം മണികണ്ഠന് തിരിച്ചറിഞ്ഞു. ഗുരുകുല പഠനം പൂർത്തിയാക്കാൻ ഏതാനും ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ് ഗുരുദക്ഷിണ നൽകേണ്ടതെന്ന് മണികണ്ഠന് ആലോചിച്ചു. എന്നാൽ ഇതിനകം തന്നെ തന്റെ ശിഷ്യനായ മണികണ്ഠൻ ഒരു ദിവ്യപുരുഷനാണെന്ന് ഗുരു തിരിച്ചറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ദിവ്യനായ അങ്ങയെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയത് തന്നെ മഹാഭാഗ്യം. ഞാന് ധന്യനാണ്. ഗുരു പറഞ്ഞു. മണികണ്ഠ, ഒരു കാര്യം മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. ജന്മനാ അന്ധനും ബധിരനുമായ മകനെ അവയിൽ നിന്നു മുക്തനാക്കാൻ സഹായിക്കണേ. ഗുരു അപേക്ഷിച്ചു. മണികണ്ഠന്റെ അനുഗ്രഹത്താല് ഗുരുപുത്രന് സംസാരശേഷിയും കാഴ്ചയും തിരിച്ചു കിട്ടി.